അഡ്വക്കേറ്റ് വിജയൻ ഇവിടെ വന്നിട്ടുണ്ടോ? റൂം നമ്പർ എത്ര? എനിക്കറിയില്ല. അദ്ദേഹം ഇവിടെ ഉണ്ടാവും പറഞ്ഞു. അവിടെ അല്പം വെയിറ്റ് ചെയ്യൂ, ഞാൻ നോക്കട്ടെ. സാധനം കൊള്ളാം, റൂമിലേക്ക് കൊണ്ടുവരും. വരൂ, അഡ്വക്കേറ്റിനെ കാണിച്ചു തരാം. വിജയേട്ടൻ എവിടെ? അങ്ങനെ പോയാലും ആവശ്യമുള്ള രൂപ തരാം. സൗന്ദര്യ മത്സരത്തിന് ഫോറിലേക്ക് അയക്കാനാണ് ഞങ്ങൾ ഫിലിം എടുക്കുന്നത്. എനിക്കൊരു മത്സരം വേണ്ട. വേലത്തരം കാണിക്കാതെ ലിറ്റിൽ മോർ. റൂം നമ്പർ 10 താമസിക്കുന്നത്. ദാറ്റ്സ് മാനേജേഴ്സ് പ്രൈവറ്റ് റൂം. പ്രൈവറ്റ് റൂം. Come close. Little bit more. പോലീസ് സ്റ്റേഷൻ. യെസ്, പോലീസ് സ്റ്റേഷൻ. നിനക്കൊക്കെ നാണം ഉണ്ടോടാ? എന്റെ ഹോട്ടലിൽ വെച്ച് നിന്നെയൊക്കെ തല്ലിയവനെ വെറുതെ വിടാൻ? നിങ്ങളല്ലേ സ്റ്റാർ ഹോട്ടലിന്റെ ഉടമസ്ഥൻ? ദാറ്റ്സ് റൈറ്റ്. ബ്ലൂ ഫിലിം എടുത്തതിന്റെ പേരിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. വാട്ട്? ബ്ലൂ ഫിലിമോ? എന്താണ് അതിനുള്ള തെളിവ്? അതൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. എന്റെ അഡ്വക്കേറ്റിനോട് സ്റ്റേഷനിൽ വന്ന് എനിക്ക് വേണ്ടി ജാമ്യം എടുക്കും.
അലക്സാണ്ടർ സാധാരണ കേസിലെ പ്രതിയല്ല. പണത്തിന് വേണ്ടി ഏറ്റവും ഹീനവും സംസ്കാരശൂന്യമായ പ്രവൃത്തിയാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ അറിവിൽ അലക്സാണ്ടർ ഒരു മാന്യനാണ്. നിങ്ങൾ പറയുന്ന മാന്യത ഇവൻ അണിഞ്ഞിരിക്കുന്ന മുഖമൂടിയാണ്. വർഷങ്ങൾക്ക് മുമ്പേ അത് പൊളിച്ച് ഇവന്റെ വിഷപ്പല്ല് കണ്ടവനാണ് ഞാൻ. ഇത്തരക്കാർക്ക് ജാമ്യം അനുവദിക്കാൻ ഒരിക്കലും ഞാൻ ശുപാർശ ചെയ്യില്ല. എന്നാ നമുക്ക് കോടതി വെച്ച് കാണാം. അലക്സാണ്ടറിന് ഏറ്റവും അധികം സ്വാധീനമുള്ള ഒരാളാണ്. അച്ഛൻ അയാളുടെ ജാമ്യം നിഷേധിച്ചതിന്റെ പേരിൽ വളരെയധികം അപകടങ്ങളുണ്ടാവും. എന്താണ് അപകടം? അയാൾ അച്ഛനോട് പകരം വിട്ടു. അവന് ചെയ്യാവുന്നത് ചെയ്തോട്ടെ. അച്ഛന്റെ ഈ പിടിവാശി കൊണ്ട് വലിയൊരു ശത്രുവിനെ ഉണ്ടാക്കാമെന്നല്ലാതെ ഫലമൊന്നുമില്ല. രാജാ, അയാൾ വിചാരിച്ച അച്ഛനും ഞാനൊക്കെ വീട്ടിൽ ഇരുന്നു വരും. എന്തു പറഞ്ഞത്? രാജാ, എന്താ ഇതൊക്കെ? എന്ത് പറ്റി? കാക്കിയുടുപ്പിട്ട് ഒരു ഭീരുവാകാനല്ല ഇവനെ ഞാൻ ഇതുവരെ എത്തിച്ചത്. ഡിപ്പാർട്ട്മെന്റിൽ എന്റെ മകൻ എന്നേക്കാൾ കഴിവുള്ളവനായിരിക്കണം. ഞാൻ സാഹചര്യം ഓർമ്മിപ്പിച്ചേ ഉള്ളൂ. സാഹചര്യം അനുസരിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ നട്ടെല്ല് വളയരുത്. തെറ്റ് ചെയ്തവൻ ഞാനായാൽ പോലും എന്റെ കയ്യിൽ വിലങ്ങ് വെക്കാൻ നീ മടിക്കരുത്. ഈ വീട്ടിൽ വന്നാലെങ്കിലും കേസിന്റെയും വഴക്കിന്റെയും ഒക്കെ കാര്യങ്ങൾ മറന്നുകൂടെ? ഒരു ക്രിമിനൽ പുള്ളിയെ ഭയപ്പെടണമെന്ന് എന്റെ മോൻ എന്നോട് പറഞ്ഞപ്പോ ഞാൻ എന്നെ തന്നെ മറന്നുപോയതാ. ഐ എം സോറി. മോനെ, നീ ഷോപ്പിങ്ങിന് പോയിടയിൽ 2-3 പ്രാവശ്യം വക്കീൽ സാർ ഫോൺ ചെയ്തിരുന്നു. അയ്യോ പാവം, ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ വയ്യ. നീ ഒരു കാര്യം ചെയ്യും, വക്കീൽ സാറിനെ കൂടി ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോരടി. ഒന്ന് പോടി. നാളെ അദ്ദേഹത്തിന്റെ പേരൻസിന്റെ വെഡിങ് ആനിവേഴ്സറിയാണ്. സോറി ഷോബേ. ക്ലാസ് വിട്ടിട്ട് എത്ര നേരമായി ഞാൻ കാത്തു നിൽക്കുന്നറിയാമോ? ബാർ അസോസിയേഷന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വരാൻ താമസിച്ചത്. അല്ലെങ്കിൽ എപ്പോഴാ വിജയേട്ടനൊന്ന് സ്വൈര്യമായി സംസാരിക്കാൻ കിട്ടുന്നത്? പരിഭവിക്കണ്ട, നാളെ എനിക്ക് സ്റ്റാർ ഹോട്ടലിൽ വെച്ച് ഒരു കേസിന്റെ ഡിസ്കഷൻ. അത് കഴിഞ്ഞാൽ ഫ്രീ. ശോഭ എങ്ങോട്ട് വരും? റോഡ് പൊതുജനങ്ങളുടെ വകയാ. ഇവിടെ ഇങ്ങനെ കൂടിക്കാഴ്ച നടത്തിയാലേ കേസ് അറിയാൻ വകുപ്പുണ്ട്. കേസ് ചാർജ് ചെയ്യുള്ളൂ, അതോ അറസ്റ്റ് ചെയ്യുമോ? ഒരു ദിവസം 2 പേരെയും കൂടെ അറസ്റ്റ് ചെയ്ത് ഞാനങ്ങ് വീട്ടിൽ കൊണ്ടുപോകും. ഒന്ന് ചുമ്മാ എരിയടേ ഏമാനെ. ചെല്ല്. ഇപ്പോഴത്തേക്കും പൊക്കോളാം. പക്ഷെ ഈ പ്രേമ കേസിന്റെ വിചാരണ ഇങ്ങനെ അങ്ങ് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റിയല്ല. ഞങ്ങൾ നാളെ ശരി.